ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയ് 13 മുതൽ നേവി SSR ആൻഡ് MRന്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. കുട്ടികളെ ലാസ്റ്റ് ഡേറ്റ് 27 മെയ് ആണ്. ഇതുവരെ നിങ്ങളും ഫോം ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ സെർവർ ഡൗൺ ആയിരിക്കും, ചിലപ്പോൾ സെർവർ ബിസി ആയിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ ആ ഒരു ഫോം ഫില്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ എഡിറ്റ് ചെയ്യാം, എന്നാണ് എഡിറ്റിംഗ് ഓപ്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത്, അതായത് ആ ഒരു കറക്ഷൻ വിൻഡോ എന്നാണ് ഓപ്പൺ ആകുന്നത്, അതിനകത്ത് എന്തൊക്കെ കറക്ഷൻ ചെയ്യാൻ പറ്റും, ഫോട്ടോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. ഫോം ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഡൊമസൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഫോട്ടോ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. ആ കുട്ടികളുടെ മനസ്സിലെല്ലാം ഒരു കൺഫ്യൂസ് ആണ്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമോ, നോട്ടിഫിക്കേഷൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഈവൻ നോട്ടിഫിക്കേഷൻ വിൻഡോയിൽ ഈവൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകൾ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്തിരിക്കണം കുട്ടികളെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ 2024 നേവി SSR ആൻഡ് MRലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ ഫീസ് 4000 റുപ്പീസ് ആണ് വരുന്നത്. ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും. ഡെയിലി PDF നോട്ട്സും റെക്കോർഡ് ക്ലാസ്സും ലഭിക്കുന്നതാണ്. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ്, എക്സാം ബേസ്ഡ് മോക്ക് ടെസ്റ്റ്, മെഡിക്കൽ അവയർനെസ്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതാത് ദിവസങ്ങളിലെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് ദിവസങ്ങളിലെ ലൈവ് സെഷൻ തന്നെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻഡ് ഡിഫൻസ് അക്കാഡമി എന്ന ഒഫീഷ്യൽ ആപ്പിൽ കൂടി ലഭിക്കുന്നതായിരിക്കും. സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ അവയർനെസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ടോട്ടൽ ഫീസ് 4000 റുപ്പീസ് ആണ്. ഇതോടൊപ്പം നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ info@andon എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും GKയുടെ സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ഡിഫൻസ് ജോബുമായിട്ട് എല്ലാ ദിവസവും കണക്റ്റീവായിട്ടിരിക്കാനും പറ്റുന്നതായിരിക്കും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക info@andon എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഫോം ഫില്ലിങ്ങിനായിട്ട് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. നിങ്ങൾ നേവി MRനാണെങ്കിലും നേവി SSR ആണെങ്കിലും കേട്ടോ കുട്ടികളെ. ഫസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് നിങ്ങളുടെ ക്ലാസ് 10th അതുപോലെ 12th മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ ആധാർ കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇവിടെ ഈ ഒരു ഫോട്ടോ എന്ന കാര്യത്തിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്, ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആ ഒരു കഫേ സെൻറ്ററിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ടുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് കേട്ടോ. പിന്നെ നിങ്ങളുടെ സൈൻ, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ് കുട്ടികളെ. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ ഐഡൻറ്റി പ്രൂഫ് കൂടി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളുടെ നേവി SSR ആൻഡ് MRൻ്റെ ഫോം ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ചില കുട്ടികൾ എന്താണ് ആൾറെഡി ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു, എന്നാൽ അവർ ആ ഒരു ഫോം ഫില്ല് ചെയ്തതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് കാണിച്ചു. അവർക്ക് ഇനി വിൻഡോ ഓപ്പൺ ആകാനുള്ള സാധ്യത ഉണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ് മിക്കവർക്കും ഡൗട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനലിലും ഇതുപോലുള്ള ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആരും തന്നെ കൊടുത്തിട്ടില്ല അല്ലേ, അതായത് ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ ആരും തന്നെ നൽകിയിട്ടില്ല. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യണം. ഒത്തിരി കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. കുട്ടികളെ, നിങ്ങളിവിടെ കാണാവുന്നതാണ്, ഇത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഇവിടെ ഞാൻ ഈ ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. റോങ് ഇൻഫർമേഷൻ അബൌട്ട് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വിൽ റിസൾട്ട് ഇൻ ക്യാൻസലേഷൻ ഓഫ് കാൻഡിഡേച്ചർ അറ്റ് എനി സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് ദെയർ ആഫ്റ്റർ. അതായത് കൂടുതലും കുട്ടികൾ ഡൊമസൈലായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ 10th അവരുടെ മാർക്ക് ഷീറ്റാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നാൽ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സെലക്ഷൻ പ്രോസസ്സിൽ, അതായത് ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിട്ടേൺ എക്സാമാണ് വരുന്നത്, അതിനുശേഷം പിന്നെ ഫിസിക്കൽ വരുന്നുണ്ട്, പിന്നെ റിട്ടേൺ വരുന്നുണ്ട്. ഏതെങ്കിലും ഫേസിൽ ആ ഒരു ഡൊമസൈൽ അപ്ഡേറ്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം കണ്ടാൽ, അതായത് നിങ്ങളിപ്പോൾ കേരളത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അതുപോലെ തന്നെ ഡൊമസൈൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കൊടുത്തിട്ട് എവിടെയെങ്കിലും അങ്ങനെ ഒരു ക്രോസ് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ, ആ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് വെരിഫിക്കേഷനകത്ത് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ റിജക്റ്റ് ആവുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഡൊമസൈൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമസൈൽ തന്നെ കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ 10th മാർക്ക് ഷീറ്റും അതുപോലെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊടുത്താലൊന്നും നിങ്ങൾ റിജക്റ്റ് ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ ഫോം അവിടെ അക്സെപ്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ തവണയൊക്കെ ലഭിച്ചത്. അങ്ങനെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുമുണ്ട് കേട്ടോ. ബട്ട് റിജക്ഷൻ ആവുന്ന എവിടെയായിരിക്കും, നിങ്ങൾ DV സമയത്ത് എന്തെങ്കിലും ക്രോസ് വെരിഫൈ അവർ
ചെയ്യുമ്പോൾ അവർക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നോക്കുക എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാനായിട്ട്. സോ നെക്സ്റ്റ് പോയിന്റ് ആണ്, കാൻഡിഡേറ്റ് വിൽ ബി പ്രൊവൈഡഡ് എ വിൻഡോ ഓഫ് 3 days post closing of the application window for correction of detail submitted during the application process. അതായത് കുട്ടികളെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27th May ആണ്. ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 ദിവസം നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു 3 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ ഒരു ഐഡിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേയ്സ് ലഭിക്കാനുള്ള സാധ്യത 29, 30, 31 ആയിരിക്കും. ആ ദിവസങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ അത് ഒഫീഷ്യലായിട്ട് വന്നതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. 29, 30, 31 ദിവസങ്ങൾ കറക്ഷൻ വിൻഡോ ആയിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ലഭിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതുവരെ നേവി SSR ആൻഡ് MRന് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരുടെ അടുത്ത് പറയുക, നിങ്ങൾ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തോളൂ. അതായത് അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കട്ടാവട്ടെ, മനസ്സിലായോ? അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കട്ടായിട്ട് ആ ഒരു ഫോം എന്താണ് ഫില്ലാകട്ടെ, ഫോം അങ്ങനെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആകട്ടെ. അതിനുശേഷം എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം, വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. മനസ്സിലായ കുട്ടികളെ? അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നേവി SSR ആൻഡ് MRൻ്റെ എല്ലാ ഡീറ്റെയിൽ വീഡിയോസും ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഡൗട്ടുകളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ കുട്ടികളെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി എന്തൊക്കെയായിരിക്കും ലഭിക്കുന്നത്, ഈവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടുന്നത് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇവിടെ നോക്കുക കുട്ടികളെ, ഈവൻ നിങ്ങളുടെ നെയിമിനകത്ത് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്ത പേരിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡൊമസൈലിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലും കുട്ടികൾക്ക് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് ഈ ഡൊമസൈലിനകത്തും അതുപോലെ തന്നെ ഈ ഫോട്ടോയ്ക്കകത്തുമാണ്. ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കേട്ടോ കുട്ടികളെ? ഇനി നമുക്ക് നോക്കാം കുറച്ച് കാര്യങ്ങൾ കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഈ ഒരു ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ട്. ഇവിടെയാണ് എല്ലാ കുട്ടികൾക്കും ഡൗട്ട് ഉള്ളത്. നമ്മുടെ കേരളത്തിലെ ഒരു കഫേയിലെ സ്റ്റാഫിന് പോലും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അവർ നേരെ കുട്ടികളുടെ എന്താണ് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയല്ല അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അത് ഈ ഒരു April 24 മുമ്പ് എടുത്തതായിരിക്കണം. എങ്ങനെ April 24 മുമ്പ് എടുത്തതായിരിക്കണം അത് അവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നോക്കൂ കുട്ടികളെ, അവർ ഫോട്ടോയുടെ സൈസ് 10 KB to 50 KB ആയിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ് ഇസ് ടു ബി ടേക്കൺ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് എ ബ്ലാക്ക് സ്ലേറ്റ്. അതായത് ഇതൊരു കാൻഡിഡേറ്റ് ആണ്. കാൻഡിഡേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബ്ലൂ ആയിരിക്കണം. അതുപോലെ ഫോട്ടോ എന്താണ്? ഇതുപോലെ ഒരു സ്ലേറ്റ് പിടിച്ചിട്ടായിരിക്കണം. ആ സ്ലേറ്റിനകത്ത് എന്തൊക്കെ എഴുതിയിരിക്കണം കുട്ടികളെ? ആ ഒരു കാൻഡിഡേറ്റിന് എന്താണ് പേര് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ദിവസവും കറക്റ്റായിട്ട് എഴുതിയിരിക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം ഫോട്ടോ എടുക്കുമ്പോൾ. ക്ലിയർ ആയ കുട്ടികളെ? പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ ഞാനൊരു ഫോട്ടോ ഇടാൻ വേണ്ടി എന്താണ് ദാ ഇവിടെ താടിയൊക്കെ കാണാം. പക്ഷേ നിങ്ങൾ ഇതേ രീതിയിൽ എന്താണ് താടിയൊന്നും വെച്ചിട്ടൊന്നും എന്താണ് ഫോട്ടോ എടുത്തിട്ടരുത്. ക്ലീൻ ഷേവ് ആയിരിക്കണം. എങ്ങനെയാണോ നിങ്ങൾ അവിടെ പോകുന്നത്, അതായത് ആ ഒരു എക്സാമിനും ഫിസിക്കൽ ടെസ്റ്റിനും അതേ രീതിയിൽ പ്രോപ്പറായിട്ട് നല്ലപോലെ എന്താണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഷേവ് ഫോട്ടോ ആയിരിക്കണം. മനസ്സിലായി? നിങ്ങൾ ഇന്ത്യൻ നേവിയിലോട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്, ഫസ്റ്റ് ഫേസ് ആണ്. അപ്പോൾ നല്ലൊരു ഇംപ്രഷൻ തന്നെ കിട്ടിയിരിക്കണം. ഇതൊരു ഇതിലുള്ള ഫോട്ടോ ഒന്നും വെക്കരുത്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടത്. ഫോട്ടോയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഈ ഒരു ഷേവിങ്ങിൽ നിങ്ങൾ മാറ്റം വരുത്തിയിരിക്കണം. ബാക്കിയെല്ലാം ക്ലിയർ ആണ്. നിങ്ങളെ ചെസ്റ്റിനടുത്തായിരിക്കണം നിങ്ങൾ സ്ലേറ്റ് പിടിച്ചിട്ടിരിക്കേണ്ടത്. നിങ്ങളെ ചെസ്റ്റിനടുത്താണ് നിങ്ങൾ സ്ലേറ്റ് പിടിക്കേണ്ടുന്നത്. അതിനകത്ത് ചോക്ക് കൊണ്ട് നിങ്ങൾ എഴുതിയിരിക്കണം. മനസ്സിലായി? ചോക്ക് കൊണ്ട് നിങ്ങളുടെ പേര് എഴുതണം. പിന്നെ എന്നാണ് ഫോട്ടോ എടുക്കുന്നത് അന്നത്തെ ഡേറ്റ് എഴുതണം. അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടുന്നത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു എഡിറ്റ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഇനി ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്?
നിങ്ങളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ആ ഒരു പ്രിന്റഡ് കോപ്പി എടുത്തിട്ട് നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മിസ്റ്റേക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, SSR ആൻഡ് MRന്റെ റിട്ടേൺ എക്സാമിനും അതുപോലെ തന്നെ ഫിസിക്കലുമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായ കുട്ടികളെ? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആന ഡിഫൻസ് അക്കാഡമിയിലെ നേവി SSR ആൻഡ് MRലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.